ഹലോ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു അൺബോക്സിങ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നെയ്ക്കയുടെ ഹോട്ട് പിങ്ക് സെയിലൊക്കെ അല്ലായിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് ഐറ്റംസ് വാങ്ങിയിട്ടുള്ളത് എന്തൊക്കെയാണ് വാങ്ങിയിട്ടുള്ളതെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഹോട്ട് പിങ്ക് സെയിലിൽ നല്ല ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മളെ ഐറ്റംസിനൊക്കെ. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ നിങ്ങളും ഇങ്ങനെ എന്തെങ്കിലും വാങ്ങണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഓഫേഴ്സും കാര്യങ്ങളും വരുമ്പോൾ ഒക്കെ വാങ്ങാൻ നോക്കുക. അതുപോലെ തന്നെ അപ്പോഴും ഇപ്പോഴൊക്കെ ആയിട്ട് ഓരോ ഐറ്റംസ് വാങ്ങാതെ നമ്മൾ ആ ക്യാഷ് എടുത്ത് വെച്ചിട്ട് കുറച്ച് കൂടുതലായിട്ട് വാങ്ങാൻ നോക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഐറ്റംസ് ഫ്രീ ഐറ്റംസ് ഒക്കെ കിട്ടാനൊക്കെ ഉള്ള ചാൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ ഫ്രീ ഐറ്റംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ പെട്ടി ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ബില്ല് വന്നിട്ടുണ്ട്. അൺബോക്സിങ് വീഡിയോ ഒക്കെ ഇഷ്ടമാണ്, എനിക്ക് നല്ല ഇഷ്ടമാണ് അപ്പോൾ കാണാൻ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് ഷെയർ ചെയ്തിട്ടുള്ളത് കേട്ടോ. നമ്മുടെ ചാനലിൽ ഒരുവിധം എനിക്കിഷ്ടമുള്ള വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാറുണ്ട് കേട്ടോ. അങ്ങനെ ഇന്നത് മാത്രമായിട്ട് അങ്ങനെ ചെയ്യാറില്ല. ചെറിയ വ്ളോഗ്സ് ആണെന്നുണ്ടെങ്കിലും ഹെയർ ആക്സസറീസ് മേക്കിംഗ് ആണെന്നുണ്ടെങ്കിലും വേറെയുള്ള വീഡിയോസ് ആണെന്നുണ്ടെങ്കിലും വർക്ക് ഫ്രം ഹോംസ് ആണെന്നുണ്ടെങ്കിലും എല്ലാം ഞാൻ ഷെയർ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതാണ് കേട്ടോ. സ്വിസ് ബ്യൂട്ടിയുടെ ഒരു ഹൈലൈറ്ററും ബ്ലഷൊക്കെ കൂടിയിട്ടുള്ള ഒരു പാലറ്റാണ് കിട്ടിയിട്ടുള്ളത്. ഇതിന് ഒരു 399 രൂപയോളം വില വരുന്നുണ്ട് കേട്ടോ. MRP 399 രൂപയാണ്. അപ്പോൾ അത് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുള്ളതായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഹൈലൈറ്ററും ബ്ലഷൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് അതിൻ്റെ പിഗ്മെൻറ്റേഷൻ കാണിച്ചു തന്നതാണ് കേട്ടോ. നല്ല ഐറ്റം തന്നെയാണ്. അപ്പോൾ നമുക്കങ്ങനെ കുറച്ചധികം ഐറ്റംസ് വാങ്ങുമ്പോഴാണ് നമുക്ക് കൂടുതൽ ക്യാഷും കുറഞ്ഞ് കിട്ടാനും അതുപോലെ തന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഫ്രീ ഐറ്റംസ് കിട്ടാനൊക്കെ ഉള്ള വകുപ്പുണ്ടാവും കേട്ടോ. പിന്നെ അടുത്തത് ഇത് മേബിലിൻ ന്യൂയോർക്കിൻ്റെ ലാസ്റ്റിംഗ് ഡ്രാമ ജെൽ ഐലൈനറാണ് കേട്ടോ. ഇതും പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ വാങ്ങിയതാണ് കേട്ടോ. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് 01 ബ്ലാക്ക് എന്നാണ് കേട്ടോ ഷെയ്ഡ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് കാജൽ അപ്ലൈ ചെയ്യാനുള്ളൊരു ബ്രഷും വരുന്നുണ്ട്. ഇതിൻ്റെ MRP 599 രൂപയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. 389 രൂപക്കാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. ഞാൻ മെല്ലെ ടച്ച് ചെയ്ത കാരണം കൊണ്ട് അതിൽ കൺമഷി ആയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നല്ല കൺമഷി തന്നെയാണ്. ഞാൻ അപ്പം തന്നെ ഇതിൽ സ്മഡ്സ് പ്രൂഫ് എന്നൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ അപ്പം തന്നെ ഒന്ന് വായിച്ച് നോക്കിയപ്പം വായുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നമ്മൾ കുറച്ച് നേരം വെച്ചിട്ട് വെയിറ്റ് ചെയ്തിട്ട് അതൊന്ന് സെറ്റാവാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ സ്മെഡ്ജ് ആവുന്നുണ്ടാവില്ലായിരിക്കും. ഞാൻ പിന്നെ നോക്കിയിട്ടില്ല. പക്ഷെ അപ്പം തന്നെ മായ്ച്ചപ്പോൾ അതങ്ങനെ മാഞ്ഞു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പനിയുടെ തിരക്കിലെടുത്തൊരു വീഡിയോ ആയതുകൊണ്ട് തന്നെ ഞാൻ വല്ലാതെല്ലാതും പിന്നെ ട്രൈ ചെയ്ത് നോക്കിയിട്ടൊന്നുമില്ല. അങ്ങനെ പൊട്ടിച്ച് വീഡിയോ എടുത്ത് വെച്ചതാണ് കേട്ടോ. പിന്നെ ഇതൊരു ഹൈലൈറ്റിംഗ് സ്റ്റിക്കാണ് കേട്ടോ. ഇതും സ്വിസ് ബ്യൂട്ടിയുടെ തന്നെയാണ്. ഇതിന് 499 രൂപയോടെ MRP ഉണ്ട്. നമുക്ക് കിട്ടിയത് 299 രൂപക്കാണ് കേട്ടോ. ഇപ്പോൾ ഈ ഹൈലൈറ്ററിലാണെന്നുണ്ടെങ്കിലും നമുക്ക് ഷെയ്ഡും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഞാൻ ഷെയ്ഡും നോക്കിയിട്ട് എടുത്തതൊന്നല്ല. അപ്പോൾ ഇതും നല്ല ഇതിൻ്റെ അപ്പുറത്തെ ഭാഗത്ത് തന്നെ ഇതൊന്ന് നമുക്ക് ചെയ്യാനുള്ളൊരു സംഭവം കൂടി വരുന്നുണ്ട്. അതിന് എന്താ പറയാന്ന് എനിക്കറിയില്ല. ബ്രഷ് എന്ന് പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. അതിനെ പറ്റി വല്ലാതെ അറിയില്ല. അങ്ങനൊരു സംഭവം കൂടി വരുന്നുണ്ട്. സ്പോഞ്ച് ടൈപ്പിൽ ഒരു സാധനം ബാക്ക് സൈഡിലും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതും ഇട്ടപ്പോൾ ഒരു തിളക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. വീഡിയോയിൽ അത്ര അങ്ങോട്ട് കാണുന്നില്ല. നല്ല പ്രൊഡക്റ്റ് തന്നെയാണ്. പിന്നെ ഒരു മേക്കപ്പ് ഫിക്സറാണ്. അതിപ്പോൾ എടുത്ത് കാണിച്ചു തന്നിട്ടും കാര്യമൊന്നുമില്ലല്ലോ. അതിപ്പോൾ നമുക്ക് അങ്ങനെ ഇട്ട് കാണിച്ചു തരാൻ പറ്റുന്നതല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അതങ്ങനെ ഓപ്പൺ ആക്കിയിട്ടില്ല കേട്ടോ. സ്വിസ് ബ്യൂട്ടിയുടെ മേക്കപ്പ് ഫിക്സറായിരുന്നു അത് 289 രൂപയാണ്. MRP ഉള്ളത് 202 കിട്ടിയിട്ടുള്ളത്. ഇത് പിന്നെ മാർസിൻ്റെ ലിപ് ക്രയോണാണ് കേട്ടോ. ഇതും വാങ്ങണം എന്ന് കരുതിയിട്ട് കുറേ കാലമായിട്ട് മനസ്സിൽ വിചാരിച്ചിട്ടുള്ളൊരു ഐറ്റമാണ് കേട്ടോ. ഇതിൻ്റെ ഷെയ്ഡ് എന്ന് പറയുമ്പോൾ ഗേൾ പവർ എന്ന് പറയുന്ന ഒരു നമ്മുടെ വൈറലായിട്ടുള്ളൊരു ലിപ് ക്രയോണാണ് കേട്ടോ ഇത്.
ഇതിൻ്റെ MRP 279 നമുക്ക് കിട്ടിയിട്ടുള്ളത് 239 രൂപക്കാണ് കേട്ടോ. ഇത് സ്മഡ്ജ് പ്രൂഫും കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. നമ്മൾ സ്മഡ്ജ് ചെയ്തിട്ടൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ കരുതിയത് വേറെയുള്ള ലിപ്സ്റ്റിക്ക് പോലെ ഉന്തിത്തള്ളിയാലൊക്കെ ഇത് പുറത്തേക്ക് വരുന്നതാണ് കേട്ടോ. പക്ഷേ ഇത് നമുക്കറിയാലോ, ക്രയോൺ എന്ന് പറയുമ്പോൾ നമ്മളിത് ഷാർപ്പ് ചെയ്ത് എടുക്കണം കേട്ടോ. നമ്മളത് കഴിയുമ്പോൾ പിന്നെയും നമ്മളത് നമ്മുടെ കുട്ടികളുടെ ക്രയോൺസൊക്കെ ഷാർപ്പ് ചെയ്യണ പോലെ ചെയ്യണം കേട്ടോ. അപ്പോൾ അതെനിക്കറിയില്ലായിരുന്നു. അതിൻ്റെ ഷാർപ്പ്നറും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇതും സ്വിസ് ബ്യൂട്ടിയുടെ ഒരു ഐബ്രോ പെൻസിലാണ്. ഡാർക്ക് ബ്രൗൺ എന്ന് പറയുന്നൊരു ഷെയ്ഡാണ് കേട്ടോ. ഇത് യൂസ്ഫുൾ ആകുമോയെന്ന് എനിക്കറിയില്ല. ഞാൻ ഐബ്രോ കണ്ട് ചെയ്യലൊന്നുമില്ല, ചെയ്ത് നോക്കാനുള്ള രീതിയിൽ വാങ്ങിയതാണ് കേട്ടോ. ഇതിൻ്റെ ഒരു ബ്രഷും ഉണ്ടായിരുന്നു. പക്ഷെ അത് നല്ല ഹാർഡായിരുന്നു കേട്ടോ. നോർമലി ഇങ്ങനെ തന്നെയാണ് വരിക എന്ന് എനിക്കറിയില്ല, പക്ഷെ നല്ല ഹാർഡായിരുന്നു. പിന്നെ അതിനുള്ള റേറ്റേ ഉള്ളൂ, 99 രൂപയാണ്. MRP 89 രൂപക്കാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇത് മാർസിൻ്റെ ഒരു മസ്കാരയാണ്. ഇത് സൂപ്പർ മസ്കാരയാണ് കേട്ടോ. ഞാൻ വാങ്ങിയിട്ടില്ല, പക്ഷെ ഞാൻ എൻ്റെ ഒരു കസിൻ്റെ കയ്യിൽ നിന്ന് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. നല്ല സൂപ്പർ മസ്കാരയായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇത് ജസ്റ്റ് ഇങ്ങനെ കാണിക്കുന്നേ ഉള്ളൂ, ഇട്ട് നോക്കിയിട്ടൊന്നുമില്ല കേട്ടോ. ഇത് 249 MRPയിൽ നമുക്ക് 199 കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇത് പിന്നെ നമുക്ക് ഫ്രീ കിട്ടിയതായിരുന്നു കേട്ടോ. ഇത് നൈക്ക സ്കിൻ ജീനിയസിൻ്റെ ഒരു ഫൗണ്ടേഷനാണ്. പ്യുവർ ഐവറി പറഞ്ഞിട്ടാണ്. ഞാൻ ഷെയ്ഡ് നോക്കി വാങ്ങിയതല്ല, ഫ്രീ ആയിട്ട് കിട്ടിയതല്ലേ. പിന്നെ ഷൈലും ഷെയ്ഡൊക്കെ നോക്കാമായിരുന്നു, പക്ഷെ എനിക്ക് ഫൗണ്ടേഷൻ്റെ ഷെയ്ഡും കാര്യങ്ങളൊന്നും അറിയാത്ത കാരണം കൊണ്ട് അങ്ങനെ വാങ്ങിയതാണ് കേട്ടോ. പിന്നെ മാർസിൻ്റെ നമ്മൾ കാർട്ടിലിട്ട സമയത്ത് ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ. 2 എണ്ണം 199 രൂപയ്ക്ക് ഉണ്ടായിരുന്നു. അത് പിറ്റേ ദിവസം രാവിലെ ഓർഡർ ചെയ്യാമെന്ന് കരുതി, പക്ഷേ പിറ്റേ ദിവസം രാവിലേക്ക് വെച്ചപ്പോഴേക്കും ആ ഒരു ഓഫർ കഴിഞ്ഞിട്ട് നമുക്ക് ഒറ്റൊന്ന് തന്നെയാണ് കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങളങ്ങനെ ഓഫറൊക്കെ കണ്ട് കാർട്ടിൽ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ അത് ഓഫർ കഴിയുന്നതിന് മുന്നേ വാങ്ങാൻ നോക്കുക കേട്ടോ. അപ്പോൾ ആ ഫൗണ്ടേഷൻ ഞാൻ ജസ്റ്റ് ഒന്ന് ആക്കിയതാണ്. അതൊരു 7 ml ഒരു ചെറിയ പാക്കേജ് ആയിരുന്നു കേട്ടോ അത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ നൈക്കയിലെ ഹോട്ട് പിങ്ക് സെയിലിൽ വാങ്ങിയതും ഫ്രീ കിട്ടിയതായിട്ടുള്ള ഐറ്റംസ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കമൻറ്റൊക്കെ ചെയ്തോളൂ കേട്ടോ.